यहोवा ആമേൻ. ദൈവം എന്തൊക്കെയാണ് അറിയുന്നത്? परमेश्वर क्या क्या जानते हैं? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നീതിമാന്മാരുടെ വഴി അറിയുന്നു. परमेश्वर धर्मियों के मार्ग को जानते हैं। ആമേൻ. നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ദൈവം അറിയുന്നു. हमारे हृदय के जो गुप्त बातों को जानते हैं। ഇന്ന് പകൽക്കാലം നമുക്കൊരു വാക്യം വായിക്കാം. आइए हम एक वचन पढ़ते हैं। 103 സങ്കീർത്തനം അതിന്റെ 14 വാക്യം. भजन संहिता 103 का 14 സങ്കീർത്തനം 103 14 വാക്യം. भजन संहिता 103 का 14 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. क्योंकि वह हमारी सृष्टि जानता है और उसको स्मरण रहता है कि मनुष्य मिट्टी ही है। ആമേൻ. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. तो लिखा है कि वो हमारी सृष्टि जानता है। ദൈവം നമ്മുടെ അവസ്ഥകളെല്ലാം അറിയുന്നു. तो परमेश्वर हमारे सारे अवस्था को जानते हैं। അത് നമ്മുടെ ഫ്രെയിം എന്നാ പറയുന്നത്. यहाँ पे फ्रेम करके दिया गया എന്ന് है, പറഞ്ഞാൽ നമ്മുടെ സകലതയും ആമേൻ അറിയുന്ന ഒരു ദൈവം. यानी कि हमारा सब कुछ जानते हैं परमेश्वर। മാത്രമല്ല നാം എന്തെന്നും ദൈവം അറിയുന്നു. और हम कौन है वे भी जानते हैं। പക്ഷെ പലപ്പോഴും നാം അറിയാറില്ല നാം ആരെന്ന്. परंतु कई बार हम नहीं जानते कि हम कौन है। പലപ്പോഴും മനുഷ്യനെ അറിയില്ല മനുഷ്യൻ ആരാണെന്ന്. मनुष्य ही नहीं जानते कि मनुष्य कौन है। അതുകൊണ്ട് മനുഷ്യൻ ചിലപ്പോ പറയാറുണ്ട്, इसलिए मनुष्य कभी कोई ऐसे कहते हैं, ഞാൻ ആരാണെന്ന് അറിയാമോ, क्या आपको पता है मैं कौन हूँ? ഞാൻ ആരാണെന്ന് അറിയാമോ. क्या आपको पता है मैं कौन हूँ? ആ വ്യക്തിക്ക് അറിയത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നത്? अगर वे स्वयं नहीं जानते दूसरों को कैसे पता होगा? പ്രൈസലോ. ഈ അറിയാത്തവരാ ചോദിക്കുന്നത് ഞാൻ ആരെന്ന് അറിയാമോ. तो जो नहीं जानते वो पूछते हैं कि मैं कौन हूँ, पता है क्या? ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. परमेश्वर हमारे सृष्टि को जानते हैं। നമ്മുടെ സകല അവസ്ഥകളും അറിയുന്ന ഒരു ദൈവം. हमारे सारे अवस्था को जानने वाले परमेश्वर നമ്മെ എവിടെ നിന്നാണ് എടുത്തത്, हमें कहाँ से लिया है, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, कहाँ जा रहे हैं, നമ്മുടെ പ്രവൃത്തി എന്താണ്, हमारे कार्य क्या है, അതെല്ലാം ദൈവം അറിയുന്നു. सब कुछ परमेश्वर जानते हैं। കാരണം ദൈവം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. क्योंकि परमेश्वर ही कहते हैं। ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിലെ 19-ാം വാക്യം വായിക്കുമ്പോൾ, उत्पत्ति किताब 3 का अगर 19 पढ़ेंगे तो ആമേൻ, അവിടെ ദൈവവചനം പറയുന്നത്, वहाँ पे परमेश्वर वचन कहता है, ആമേൻ, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. तो जो नीचे से उठाए हैं, അപ്പോ നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കാൻ अगर नीचे से उठाए हैं तो അതിൽ തിരികെ ചേരുവോളം वहां पर पहुंचने तक മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കുമെന്നാ പറയുന്നത്. तो वहां पर बताया गया है कि जो अपने पसीने से जो अपना कर्म करेगी। മാത്രമല്ല നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. कहा गया है कि तुम मिट्टी हो, मिट्टी में वापस जाओगे। നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം. तुम्हारे सृष्टि को जानने वाले परमेश्वर। ഇവിടെ പറയുന്നു നാം പൊടിയാകുന്നു. यहाँ पर कहा गया है कि हम मिट्टी है അപ്പോൾ പൊടിയിലേക്ക് നമ്മൾ തിരികെ പോകേണ്ടവൻ. और हम मिट्टी में फिर से जाने वाले हैं। ചിലരിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, कुछ लोग ऐसे प्रार्थना करते हैं, കർത്താവേ ഞാൻ പൊടിയാകുന്നു, हाँ परमेश्वर मैं मिट्टी हूँ, കർത്താവേ ഞാൻ പുഴുവാകുന്നു. मैं एक कीड़ा हूँ। അത് ഇച്ചിരി ഓവറായിട്ട് വരുന്ന ഒരു വാക്കാ. तो ज्यादातर इस्तेमाल करने वाले शब्द। ഈ പൊടി മറ്റുള്ളവർക്കും പ്രശ്നം ഉണ്ടാകും. तो ये जो मिट्टी है दूसरों को भी परेशानी देती है। പക്ഷെ ദൈവം വെറും പൊടിയായിട്ടല്ലേ വെച്ചിട്ടുള്ളത്. परंतु परमेश्वर हमें बस मिट्टी के रूप में नहीं रखा। ദൈവം അതിനെ കുഴച്ച് കളിമണ്ണ് പോലെ ആക്കി രൂപമാക്കി ഒരു മനുഷ്യനാക്കി തീർത്തു. तो उसे जो है मिलाकर एक मनुष्य का रूप दिया है। എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവും പ്രാണനും പോയി കഴിഞ്ഞാൽ പിന്നെ അത് പൊടിയായി മാറും. तो हमारे जो अंदर जो आत्मा और प्राण चले जाएगा तो हम मिट्टी ही रह जाएंगे। വെറും പൊടിയല്ല, അതിനകത്ത് ഇപ്പൊ ആത്മാവും പ്രാണനും ഉണ്ട്. इसलिए मिट्टी नहीं, इसके अंदर आत्मा और प्राण है। അങ്ങനെയാണ് മനുഷ്യനായി തീർന്നത്. ऐसे परमेश्वर ने बनाया है मनुष्य को। എന്നാൽ അവന്റെ ഉള്ളിലുള്ള ദൈവം കൊടുത്ത ആത്മാവും ജീവനും തിരികെ പോയാൽ तो उसके अंदर दिया हुआ आत्मा और जीवन चली जाएगा പിന്നെ അത് വെറും പൊടിയാ. तो वो सिर्फ एक मिट्टी है। അല്ലെങ്കിൽ അത് മണ്ണായിട്ട് മാറാനുള്ളത്. तो मिट्टी ही बनना है। അപ്പൊ നമ്മൾ എടുത്തെടുത്ത് തന്നെ നാം തിരിച്ചു പോകേണ്ടവരാ. तो जहाँ से हमें निकाला वहीं पर हमको वापस जाना है। പക്ഷെ അതിനു മുമ്പ് ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ तो उससे पहले इस संसार में रहने के समय നമുക്ക് ചില പ്രവർത്തികൾ ചെയ്തെടുക്കാനുണ്ട്. कुछ कार्य है जो हमें करना है। ദൈവം ചില കാര്യങ്ങളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. कुछ कार्य परमेश्वर हमें दिए। നാം ചിലതെല്ലാം ചെയ്ത് തീർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. तो कुछ हमें पूरी करना है करके परमेश्वर चाहते അപ്പൊ हैं। അതിലേക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. तो इसीलिए परमेश्वर हमें यहाँ लाए हैं। അപ്പോ ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ तो अगर परमेश्वर हमें यहाँ पर लाए हैं നാം ചെയ്യേണ്ട ചില പ്രവർത്തികൾ നാം ചെയ്ത് തീർക്കണം. तो कुछ कार्य है जो हमें पूरी करनी है। കാരണം അത് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ്. क्योंकि परमेश्वर ने वो हमें सौंपा है, അത് നമ്മൾ തന്നെ ചെയ്തേ മതിയാവും. वो हमें ही करना അത് पड़ेगा, വേറെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. वो कोई और नहीं कर सकते। കാരണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം. जो हमें दिया है वो हमें ही करना है, വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല.
कोई और नहीं कर सकता। ദൈവം വേറെ ആരെ കൊണ്ടും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. परमेश्वर किसी और से करवाना चाहते ഉം. भी नहीं है, അപ്പോ അത് നമ്മൾ തന്നെ ചെയ്തേ മതിയാവും. तो वो हमें ही करना पड़ेगा। അതിലേക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. इसीलिए परमेश्वर हमें यहाँ पर ले आए हैं। അപ്പോ ദൈവവചനം പറയുന്നു, परमेश्वर का वचन कहता है, ആമേൻ, സഭാപ്രസംഗിയുടെ പുസ്തകം सर्वदेशक ആമേൻ അതിന്റെ 12-ാം അധ്യായം उसका 12 അതിന്റെ 7-ാം വാക്യം. 7 आयत, അവിടെ സഭാപ്രസംഗി ഇങ്ങനെ പറയുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. तो कहा जा रहा है, जब मिट्टी जो की त्यों मिट्टी में मिल जाएगी और आत्मा परमेश्वर के पास जिससे उसे दिया लौट जाएगी। ആമേൻ, നോക്കിയേ, ഇത് രണ്ടും രണ്ടായിട്ട് വേർപിരിയുന്ന ഒരു സമയമുണ്ട്. तो हम देखते हैं ये दो भाग में होते हैं और समय आता ഇത് രണ്ടും രണ്ടായിട്ട് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ है। इन दोनों के बीच में जब अंतर हो जाता है, ദൈവം തന്നത് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും, तो जो परमेश्वर ने दिया है वो परमेश्वर के करीब जाते ഈ हैं, ഭൂമിയിൽ നിന്ന് എടുത്തത് അത് ഭൂമിയിലേക്ക് ചേരും. और जो भूमि से निकाला गया है वो वहीं पर जाते हैं। ആമേൻ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. तो ये हमें जानने की आवश्यकता है। പലപ്പോഴും നമ്മൾ ഇത് അറിയാറില്ല. कई बार हम ये नहीं समझते हैं, ആമേൻ, നമ്മുടെ അഹങ്കാരം കൊണ്ട്, हमारे घमंड के कारण, ആമേൻ, നമ്മുടേതായ ചിന്താഗതികൾ കൊണ്ട് हमारे चिंताओं के कारण നമ്മൾ പലപ്പോഴും പലതും മറന്നു പോകുന്നു. कई बार हम बहुत भूल जाते हैं। എന്നാൽ ദൈവവചനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, तो परमेश्वर का वचन फिर से हमें याद दिलाता है, ആമേൻ, നമ്മെ ദൈവം സൃഷ്ടിച്ചത് हमें परमेश्वर ने निर्माण किए हैं, ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മിൽ കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയാ. उनको कुछ कार्य हमारे जरिए करना है, ദൈവത്തിന്റെ ചില ഹിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയാ. उनकी कुछ इच्छाएं हमारे जीवन में करना അപ്പൊ है। ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ अगर उनकी इच्छा हमारे जीवन में होना है, तो ആമേൻ, ആ ദൈവഹിതം എന്തെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. उनकी इच्छा क्या है तक जानना है। ആമേൻ, ഇയ്യോബ് പറയുന്നത്, अय्यूब कहता है, ആമേൻ, കളിമണ്ണ് കൊണ്ടെന്ന പോലെ എന്നെ ആമേൻ മെനഞ്ഞിരിക്കുന്നു എന്ന് ഓർക്കണമെന്ന്. तो रूप के समान जो बनाया वो याद रखने के लिए। ആമേൻ, അവൻ പറയുന്നു, വീണ്ടും നീ എന്നെ പൊടിയാക്കി കളയുമോ? तो वो पूछते हैं कि फिर से आप मुझे मिट्टी बनाओगे അവന്റെ क्या? കഷ്ടത വർദ്ധിച്ചപ്പോൾ, उसका जब कष्ट बढ़ा, അവന്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ उसका परेशानी बढ़ा, അവൻ പറയുന്നത്, वैसा कहता है, ആമേൻ, എന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് ദൈവമേ നീ ഓർക്കണമെന്ന്. मुझे जैसे सृष्टि किया है परमेश्वर से याद कीजिए, കാരണം ഈ കളിമണ്ണിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വീണ്ടും അലിഞ്ഞു പോകും. क्योंकि अगर इसमें फिर से पानी गिरता तो पिघल जाता है। അപ്പൊ കളിമണ്ണിൽ വെള്ളം അധികമായാൽ അത് അലിഞ്ഞു പോകും. तो अगर उसमें ज्यादा पानी होता है तो वो पिघल जाता है। അതുകൊണ്ട് ഇയ്യോബ് പറയുക, तो इसलिए अय्यूब कहता എന്റെ है, ജീവിതത്തിലെ കഷ്ടതകൾ വർദ്ധിച്ചു, तो मेरे जीवन में जो कष्ट बढ़ रहा है, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു, मेरे जीवन में परेशानी बढ़ रहा है, ഞാൻ സഹിക്കുന്നതിലും അപ്പുറം പരീക്ഷകൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു, जितना सह सकता हूँ उससे ज्यादा परेशानी आ रहा है, ഞാൻ തെറ്റ് ചെയ്തിട്ടല്ല ഈ ശിക്ഷ അനുഭവിക്കുന്നത്, मैं गलती करने के किया है इसीलिए नहीं मैं सह रहा हूँ। എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം വരുന്നതിന്റെ കാരണം എനിക്ക് അറിയത്തില്ല, ये परेशानी जीवन में जो आ रही है उसका कारण मुझे नहीं ഈ पता, ബുദ്ധിമുട്ട് എന്റെ ജീവിതത്തിൽ വരുന്നത് ഞാൻ അറിയുന്നില്ല, मुश्किलात का कारण नहीं पता, അതിന്റെ കാരണം എനിക്ക് അറിയത്തില്ല. इसका कारण नहीं पता मुझे। അതുകൊണ്ട് ഞാനിതാ വളരെ പ്രതികൂലത്തിലായിരിക്കുക, इससे परेशानी में हुआ, എന്റെ കൂടെയുള്ളവരെല്ലാം എന്നെ വിട്ടുപോയി, मेरे करीबी सारे छोड़ गए हैं, ആമേൻ, എന്നെ സഹായിക്കാൻ വന്നവരും എന്റെ ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്നു, मुझे मदद करना है सारे शत्रु बन रहे हैं, എന്നോട് സ്നേഹമായി സംസാരിച്ചവരെല്ലാം ഇപ്പൊ വിരോധമായി സംസാരിക്കാൻ തുടങ്ങി, मुझसे प्रेम से बात करते थे मेरे विरुद्ध बात कर रहे हैं, എന്നോട് അടുത്തിരുന്നവരെല്ലാം അകന്നുപോയി. मेरे करीबी सारे दूर हो गए हैं। ആമേൻ, ഇത്രയും കഷ്ടതയിൽ ഞാൻ പോകുവാൻ എന്താ കാരണം? इतने कष्ट से गुजरने का कारण क्या है? ഇനിയും എന്റെ മേൽ ഈ കഷ്ടം തരരുതേ എന്നുള്ള ആമേൻ ഒരു പ്രാർത്ഥനയാ അയ്യോ പ്രാർത്ഥിക്കുന്നത്. और मुझ पर ज्यादा कष्ट नहीं डालने के लिए प्रार्थना कर रहे हैं। അതുകൊണ്ട് അവൻ പറയാ, ഞാൻ കളിമണ്ണ് കൊണ്ടെന്ന പോലെയാണ് എന്നെ മെനഞ്ഞിരിക്കുന്നത്. इसलिए वो कहते हैं कि मुझको बूंदी की हुई मिट्टी के समान मुझे बनाया गया है। പ്രൈസ് ദി ലോർഡ്, നീ എന്നെ വീണ്ടും പൊടിയാക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? क्या आप मुझे फिर से धूल में डालना चाहते हो करके पूछ रहे हैं। ആമേൻ, ഇയ്യോബിന്റെ കഷ്ടതകൾ വർദ്ധിച്ചപ്പോഴാണ് അവൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. अय्यूब की जब कष्ट बढ़ा तब वो ऐसे प्रार्थना कर रहे അവന്റെ हैं, പ്രശ്നം അധികമായപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. उनकी परेशानी बढ़ी तब वो प्रार्थना कर रहे हैं। ആമേൻ, അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ സംസാരിക്കാൻ തുടങ്ങി. वो अपने आप को नियंत्रण करे बिना वो बात करने लग गए। എന്നാൽ അവസാനം ദൈവം അവനോട് ഇറങ്ങി വന്ന് സംസാരിക്കാൻ ഇടയായി തീർന്നു. वो आखिर में परमेश्वर उनके पास उतर कर आकर बात किए। ദൈവം അവനോട് സംസാരിച്ചപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞ മറുപടി, परमेश्वर से बात करने से उन्होंने जो उत्तर दिया, യഹോവേ നീ അറിയുന്നു, यहोवा आप जानते हो, ആമേൻ, നീ സകലതും അറിയുന്നു, आप सब जानते हो, ആമേൻ, നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. आपके अनजान से कुछ नहीं होता। എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, मेरे सुनने वाले प्रिय, നമ്മുടെ ജീവിതത്തിലെ സകല അവസ്ഥകളും ദൈവം അറിയുന്നു. हमारे जीवन के सारे अवस्था को परमेश्वर जानते हैं। ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. परमेश्वर के अनजान से कुछ नहीं होता। അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, इससे दाऊद कहता है, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം നീ അറിയുന്നു.
मैं चलता हूँ, बैठता हूँ, सब कुछ आप जानते हैं। നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. आपके अनजान से मेरे जीवन में कुछ नहीं होता है। അവൻ ദൈവത്തോട് പറയുക, वो परमेश्वर से कहते हैं, പ്രൈസ് ദി ലോർഡ്, ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അത് ദൈവം പറയണം. अगर मैं कुछ बात करना है तो वो परमेश्वर को कहना है। അപ്പൊ ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നു. परमेश्वर हमारे सृष्टि को जानते हैं। നമ്മുടെ സകല അവസ്ഥകളും ദൈവം അറിയുന്നു. हमारे सारे अवस्था को वे जानते हैं। ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. परमेश्वर का अनजान से जीवन में कुछ नहीं होता है। അങ്ങനെയെങ്കിൽ ദൈവവചനം പറയുന്നു, अगर ऐसा है तो वचन कहता है, നഹൂമിന്റെ പുസ്തകം, नहम्याह का किताब, നഹൂമിന്റെ പുസ്തകം नहूम का किताब 1-ാം അധ്യായം 1 का അതിന്റെ 7-ാം വാക്യം. 7वां आयत, അവിടെ നഹൂം പറയുന്നു, ऐसे नहूम कहते हैं, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. यहोवा भला है, संकट के दिन वह दृढ़ गढ़ ठहरता है और अपने शरणागत में सुधि रखता है। ഇവിടെ നഹൂം പറയുന്നു യഹോവ അറിയുന്നു. यहाँ पर नहूम कहता है कि यहोवा जानते हैं। ആരെ അറിയുന്നേ? इसे जानते हैं। ഇവിടെ നഹൂം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നഹൂം ഇങ്ങനെ പറയുന്നു, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. तो नहूम ऐसा कहता है कि यहोवा जो भला है और संकट के दिन में वह दृढ़ गढ़ ठहरता है और अपने शरणागत की सुधि रखता है। നോക്കിയ ദൈവം ആരെ അറിയുന്നേ? तो यहोवा किसे जानते हैं? തന്നിൽ ആശ്രയിക്കുന്നവരെ, उन्हें जो वो भरोसा रखते हैं। ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. तो यहोवा पर जो भरोसा रखते हैं उसे वे जानते हैं। അപ്പൊ ദൈവത്തെ ആശ്രയിച്ചില്ലെങ്കിൽ, अगर यहोवा पर भरोसा नहीं किया तो ഇന്ന് അനേകർ ദൈവത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. कई जन कहते हैं कि भरोसा रखते हैं, പക്ഷെ ആശ്രയം മറ്റു പലതിലും. परंतु किसी और पर है उनका भरोसा। നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും, हम कहते हैं कि हम भरोसा रखते हैं, विश्वास करते हैं, എന്നാൽ നമ്മുടെ പലപ്പോഴും നമ്മുടെ ആശ്രയം മറ്റു പലതിലുമാണ്. परंतु कई बार हमारा भरोसा किसी और चीज पर है। ചില മനുഷ്യരിലും മറ്റു പലതിലുമാണ് നമ്മുടെ ആശ്രയം. कुछ मनुष्य पर और कुछ और चीजों पर होता है। നമ്മൾ പറയാറുണ്ട്, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഞാൻ ഭാഗ്യവാനാണ്. हम कहते हैं कि यीशु पर भरोसा इसलिए हम जो है भाग्यशाली है। നമ്മൾ പാടാറുണ്ട്. हम गीत गाते हैं, എന്നാൽ ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, अगर परमेश्वर का वचन को हम ध्यान से पढ़ेंगे तो हम समझते हैं നാം യഥാർത്ഥത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ, हम वास्तव में परमेश्वर भरोसा करते हैं, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ. सारे विषयों पर भरोसा करते हैं कि नहीं। കഴിഞ്ഞ ദിവസങ്ങളിൽ അത് എനിക്ക് പരീക്ഷിച്ചറിയാൻ കഴിഞ്ഞു. तो पिछले दिनों में ये परीक्षा के द्वारा मैं समझा, എന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയാൻ എനിക്ക് ഇടയായി തീർന്നു. मेरे जीवन में अनुभव के रूप में आया। ഈശോയോട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയങ്ങളിൽ, क्या करना है नहीं पता करके सोचने वाली अवस्था, മുന്നോട്ട് എങ്ങനെയാ സ്റ്റെപ്പ് വെക്കേണ്ടെന്ന് അറിയാതെ നിന്ന സമയങ്ങളിൽ, आगे कैसा बढ़ना है करके नहीं जानने, ആരെ ആശ്രയിക്കും ആരെ വിശ്വസിക്കുമെന്ന് അറിയാതെ നിന്ന സമയങ്ങളിൽ, किस पर भरोसा करना है, किसके भरोसा करना है करके नहीं जानने वाला समय, അടുത്തിനി എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാൻ കഴിയാതെ നിന്ന സമയങ്ങളിൽ, अगला क्या हुआ करके नहीं पता ऐसे समय में കർത്താവിൽ ആശ്രയിച്ച് परमेश्वर पे विश्वास करके കർത്താവിനോട് പ്രാർത്ഥിച്ച സമയങ്ങളിൽ, उनसे प्रार्थना करने वाले समय पर കർത്താവ് കൂടെ നിന്ന് സാന്ത്വനിപ്പിച്ചത് അനുഭവിക്കാൻ ഇടയായി. परमेश्वर साथ रहेगा आश्वास देते हुए समय हुआ है। കൂടെ നിന്ന് ഒരു സുഹൃത്തിനെ പോലെ ആശ്വസിപ്പിച്ചത് അനുഭവിക്കാൻ ഇടയായി തീർന്നു. साथ रहकर जो है हमें भरोसा दिया है करके हम देखते, തളർന്നു പോയ സമയത്ത്, जो थक गए थे समय, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച സമയത്ത്, अभी और आगे कैसे जाएंगे करके सोचा हुआ समय, കൂടെ നിന്ന് साथ रहकर പ്രൈസലോട് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചത്, जो कंधों पर हाथ रख के जो आश्वास दिए हैं, പ്രൈസലോട് ഹല്ലേലൂയ, ആ ദൈവത്തെ അനുഭവിക്കാൻ ഇടയായി തീർന്നു. उस परमेश्वर का अनुभव किया है मैंने। അതുകൊണ്ട് ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ, तो इसीलिए परमेश्वर का वचन को ध्यान से पढ़ेंगे तब ദൈവത്തിന്റെ വചനം പറയുന്നത്, परमेश्वर का वचन कहता है യഹോവ നല്ലവൻ, परमेश्वर भला है, കഷ്ട ദിവസത്തിൽ ശരണം, कष्ट के समय शरणागत, മാത്രമല്ല തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. और जो उन पर भरोसा करते हैं वो उन्हें जानते हैं। ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം അറിയുന്നു. तो परमेश्वर पे जो कोई भरोसा रखता है हम सबको वे जानते हैं। ഇന്ന് പകൽക്കാലം നമ്മുടെ ആശ്രയം എവിടെയാണ്?
तो आज हमारा भरोसा कहाँ पर है? ആരിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്? किस पर भरोसा करते हैं? മനുഷ്യരിലാണോ? मनुष्य पर है അത് ഏതെങ്കിലും വസ്തുക്കളിലാണോ? या फिर कोई चीजों पर है? നമുക്ക് പ്രിയമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ആണോ നമ്മൾ ആശ്രയിക്കുന്നത്? हम जिसे प्रिय समझते उस पर भरोसा करते हैं? ആണ് യഹോവയിൽ ആശ്രയിക്കണം. परमेश्वर ही भरोसा करना है। യഹോവ തന്നെ ആശ്രയമായിരിക്കണം. परमेश्वर ही भरोसा होना चाहिए। അപ്പൊ യഹോവയിൽ ആശ്രയിക്കുകയും परमेश्वर भरोसा करने के साथ യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്താൽ और अगर परमेश्वर ही भरोसा होते हैं तो ആ ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. वे परमेश्वर कभी हमारा हाथ नहीं छोड़ेंगे। അപ്പൊ വചനം അതാ പറയുന്നത്. तो वचन ऐसा कहता है। നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുകയും हम कई बार परमेश्वर पे भरोसा करते करके कहते हैं, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ മറ്റു പലതിലേക്ക് നമ്മൾ ആശ്രയിക്കുന്നു. परंतु हमारा कुछ जरूरत आता है तो किसी और पर भरोसा करते हैं। ആ മനുഷ്യരിലും മറ്റു പലതിലും നമ്മൾ ആശ്രയിക്കുന്നു. मनुष्य या फिर किसी और चीजों पर भरोसा। എന്നാൽ ദൈവം വചനം പറയുന്നത് परंतु वचन कहता है യഹോവ തന്നെ ആശ്രയമായിരിക്കണം. परमेश्वर पर भरोसा होना है, ആ വേറെ ആരെയും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. किसी और पे भरोसा नहीं करना है। ദൈവം നമ്മളിൽ അതാ ആഗ്രഹിക്കുന്നത്. परमेश्वर ये चाहते हैं യഹോവ തന്നെ ആശ്രയമായിരിക്കണം. यहोवा ही भरोसा होना चाहिए। ആമേ ദൈവം തന്നെ ആശ്രയമായിരുന്നു കഴിഞ്ഞാൽ अगर परमेश्वर भरोसा होते हैं, നമ്മുടെ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും चाहे जो भी परिस्थिति आए, ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും चाहे जो भी परेशानी आए, അവിടെ എല്ലാം നമ്മെ കൈവിടാതെ കാത്തു പരിപാലിക്കും. हर जगह में हाथ छोड़े बिना संभालते हैं। കാരണം ദൈവത്തിന് നമ്മുടെ പ്രകൃതി അറിയാം. कि परमेश्वर हमारी सृष्टि जानते हैं। ഇവിടെ പറയുന്നത് ആമേ തങ്ങൾ ആശ്രയിക്കുന്നവരെ. तो कहते हैं जो उन पर भरोसा करते हैं। പ്രിയമുള്ളവരെ, മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കാറുണ്ട്. तो हम कई बार मनुष्य पर भरोसा करते हैं। ആ പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നവർ നമ്മെ കൈവിട്ടെന്ന് വരാം. कई बार वे जो भरोसा रखते हैं हम हमारा हाथ छोड़ देते हैं। എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ, परंतु परमेश्वर पर भरोसा करते ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചാൽ परमेश्वर के हाथों में देंगे तब ആമേൻ ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. हमें कभी भी नहीं छोड़ेंगे। ദൈവം നമ്മെ കൈവിടാതിരിക്കണമെങ്കിൽ अगर परमेश्वर हमारा हाथ नहीं छोड़ना है, ആമേൻ ദൈവത്തിൽ തന്നെ നമ്മൾ ആശ്രയിക്കണം. परमेश्वर पर ही भरोसा करना है। ആമേൻ പ്രശ്നങ്ങൾ എന്ത് തന്നെ വന്നാലും परेशानी चाहे जो भी आए, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. परमेश्वर भी भरोसा करो। ശദ്രക് മേശക് അബേദ്നോട് ചോദിച്ചേ, सदक में वेद को पूछिए, ആമേൻ അവർ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. वे परमेश्वर भी भरोसा किए। അവർ പറഞ്ഞൊരു വാക്കുണ്ട്, वैसे एक बात बोले हैं, ഞങ്ങളുടെ ദൈവം വിടുവിക്കും. हमारा परमेश्वर बचाएगा। ഇല്ല, ദൈവത്തിന് അതല്ല ഹിതമാണെങ്കിലും अगर परमेश्वर का इच्छा वो नहीं है, ആമേൻ ദൈവത്തിന്റെ ഹിതത്തിനായി ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. हम उनकी इच्छा के हिसाब से दे रहे हैं। ഞങ്ങൾ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കത് വിഷയമല്ല. हम बचे या ना बचे हमारे लिए नहीं मायने। അത് പൗലോസ് പറയുന്ന പോലെ ജീവനോടെ ഇരിക്കുന്നതും ആമേൻ മരിക്കുന്നത് രണ്ടും ഒരുപോലെ. जैसे पौलुस कहता है कि जीवन रहना और नहीं रहना तो एक समान है। ജീവിച്ചിരുന്നാൽ കർത്താവിന്റെ പ്രവൃത്തി ചെയ്യും. अगर जिंदा है तो परमेश्वर कार्य करेंगे। ആമേൻ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ കർത്താവിനോട് കൂടെ ചേരും. अगर यहाँ से मर जाएंगे तो परमेश्वर के साथ मिलेंगे। അതാണ് ഒരു മനുഷ്യന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ये मनुष्य की आशा। ആമേൻ പ്രൈസ് ദി ലോർഡ്. ആ ദൈവ മനുഷ്യന്റെ ആശ്രയം അതാണ്. वो मनुष्य का जो आशा वही है। ആമേൻ പൗലോസിന്റെ ആമേൻ ചിന്ത അതാണ്. पौलुस का जो चिंता यही है, ഇവിടെ ഇരുന്നാൽ കർത്താവിന്റെ വേല ചെയ്യും. अगर यहाँ पर है तो परमेश्वर काम ഇല്ല, करेगा। കർത്താവ് എടുത്തുകൊണ്ടാൽ കർത്താവിനോട് കൂടെ ഇരിക്കാൻ കഴിയും. अगर परमेश्वर ले लेते हैं तो उनके साथ रह सकते हैं। രണ്ടും ഒരുപോലെയാണ്. दोनों एक समान है, ഒന്നിലും അവന് പ്രശ്നമില്ല. दोनों में उनको कोई परेशानी नहीं। ഏത് സംഭവിച്ചാലും പ്രശ്നമില്ല. जो भी होगा उनको चलेगा। നമുക്ക് പറയാൻ കഴിയുമോ? क्या आप ये कह सकते हैं? നാം അങ്ങനെ പറയണമെങ്കിൽ अगर हमें ऐसे कहना है, നമ്മുടെ എല്ലാ കാര്യാദികളും പൂർത്തിയായി കഴിഞ്ഞാൽ, हमारे सारे कार्य जो है पूरा होने के बाद, നമ്മുടെ മക്കളൊക്കെ സെറ്റിൽമെന്റ് ആയി, हमारे बच्चे जो अच्छा सेटल हो जाए, നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നു, हमारे सारे कार्य अच्छे से हो जाए ഇനി ഒന്നും പ്രവർത്തിക്കാനില്ല എങ്കിൽ और कुछ अगर काम करने के नहीं है, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇനി കർത്താവ് വിളിച്ചാൽ കുഴപ്പമില്ല. हम कई बार कहते हैं कि अगर अभी परमेश्वर बुलाएंगे तो चलेगा। അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇനി കർത്താവ് വിളിച്ചാൽ കുഴപ്പമില്ലെന്ന്. और फिर हम कहेंगे कि हाँ अभी परमेश्वर बुलाए तो चलेगा, കാരണം ഇപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു. क्योंकि हमारा काम हो चुका है। എന്നാൽ അങ്ങനെയല്ല. परंतु ऐसा नहीं है। ഏത് സമയത്തും कोई भी समय പറയാൻ കഴിയണം, हमें बोलने होना चाहिए ആമേൻ ദൈവത്തിന്റെ ഹിതത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കും. कि परमेश्वर की इच्छा के हिसाब से मैंने दिया है। ദൈവത്തിന്റെ ഹിതം എന്നിൽ നടക്കണം. परमेश्वर की इच्छा मेरे अंदर होनी है। മരണമോ ജീവനോ मृत्यु हो चाहे जीवन हो, ഏതായാലും സമ്മതം എന്ന് പറയും. जो भी हो उसके लिए आपको हाँ कहना है। അതാണ് ശദ്രക് മേശക് അബേദ്നേഗോ പറഞ്ഞത്. वही ये कहते हैं। നോക്കി, അവർ വയസ്സായവരൊന്നും അല്ല, तो वे बूढ़े नहीं थे, അവർ യൗവനക്കാർ. वे जवान थे ഇനിയും അനേക വർഷം ജീവിക്കുവാൻ ആഗ്രഹിക്കേണ്ടവർ. और कई वर्ष जीने का इच्छा है അവർക്ക് ഇനിയും അനേക വർഷം ജീവിക്കാനുണ്ട്. और कई वर्ष जीने के लिए है। എന്നാൽ അവർ പറഞ്ഞൊരു കാര്യം, परंतु उन्होंने ऐसा कहा, ഞങ്ങൾ ഇപ്പോ ആയിരിക്കുന്ന അവസ്ഥയല്ല ഞങ്ങൾക്കറിയാം. तो हम जानते हैं कि हम जो अवस्था में हैं, ഞങ്ങൾക്ക് ഇവിടെ ഇനി അധികകാലം ജീവിക്കണമെന്ന് താല്പര്യമില്ല.
हमको और जीने का इच्छा नहीं है। ദൈവം ജീവനോടെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. अगर परमेश्वर जीवन देते हैं तो रहेंगे, ഇല്ല ദൈവത്തിന് വേണ്ടി ഇങ്ങനെ യാഗമായി തീരണമെങ്കിൽ അതും റെഡിയാ. अगर परमेश्वर के बलिदान देना है तो भी तैयार है। ആമേൻ. അതാണ് ഒരു സമർപ്പണം എന്ന് പറഞ്ഞത്. उसे हम समर्पण कहते हैं, അതാണ് സമർപ്പണം എന്ന് പറഞ്ഞത്. उसे समर्पण कहते हैं, അതാണ് ആശ്രയം എന്ന് പറഞ്ഞത്. उससे आशा कहते അവൻ हैं। ദൈവത്തിന് അത്രത്തോളം ആശ്രയിച്ചു. इतना भरोसा परमेश्वर पे था, അവർ ഉറപ്പോടെ വിശ്വസിച്ചു. वे विश्वास किए। അതുകൊണ്ട് എന്താ സംഭവിച്ചത്? इसलिए क्या हुआ, ആ തീയിൽ അവരുടെ കെട്ടുകൾ അഴിയുവാനിടയായി തീർന്നു. वो आग में जो उनका बंधन टूटा, ആമേൻ. ഇന്ന തീയിലിടല്ലേ എന്ന് അവർ പ്രാർത്ഥിച്ചില്ല. वो आग में नहीं डालने करके प्रार्थना नहीं किए, അവർ സന്തോഷത്തോടെ പോയി. वो खुशी से गए, സന്തോഷത്തോടെ പോയി. खुशी से गए। നമുക്ക് കഴിയുമോ? क्या हम कर सकते हैं? അബ്രഹാമിനോട് ചോദിച്ചു നോക്കിയേ. अब्राहम से पूछिए, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, अब्राहम से परमेश्वर कहते हैं, അബ്രഹാം നിന്റെ മകനെ എനിക്ക് യാഗം കഴിപ്പിക്കാം. अब्राहम आपके बेटे को जो है बलिदान दो, നിന്റെ മകനെ തന്നെ യാഗം കഴിക്കണം आपके बेटे को ही बलिदान दो, എന്ന് പറഞ്ഞാൽ ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കണം. यानी कि इसहाक को ही आप बलिदान देना है। ദൈവം വ്യക്തമായിട്ടാ സംസാരിച്ചത്. परमेश्वर ने साफ रीति से बताया है। ദൈവം സംസാരിക്കുന്നത് വ്യക്തമായിട്ടാ. परमेश्वर साफ रीति से बात करते हैं, ദൈവം സംസാരിക്കണമെങ്കിൽ അത് വ്യക്തമായി തന്നെ സംസാരിക്കും. बहुत स्पष्ट रीति से परमेश्वर बात करते हैं। ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരോട്, तो उनके जो करीब रहते हैं, ദൈവത്തോട് സംസാരിക്കുന്നവരോട്, परमेश्वर से जो बात करते हैं, ദൈവത്തെ ആശ്രയിക്കുന്നവരോട് पर जो भरोसा करते हैं, ദൈവം സ്പഷ്ടമായി സംസാരിക്കും. उसे स्पष्ट रीति से बात करते ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടെന്നോ, हैं कि मैंने ऐसा कोई आवाज सुना, എന്റെ തോന്നലോ, मुझे ऐसा लगा, അങ്ങനെയൊന്നും വരത്തില്ല. ऐसा कुछ नहीं होता। ദൈവം സ്പഷ്ടമായി സംസാരിക്കും. स्पष्ट रीति से बोलते हैं, അബ്രഹാം സ്പഷ്ടമായി സംസാരിക്കും. अब्राहम से स्पष्ट रीति से बात, നിന്റെ ഏകമകൻ ഇസഹാക്കിനെ തന്നെ നീ ബലി കഴിക്കണം. एकलौता पुत्र इसहाक को ही बलिदान देना है। 3 ദിവസത്തെ സമയം കൊടുത്തു. 3 दिन का समय दिए, ഈ 3 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ പിന്മാറാം, അല്ലെങ്കിൽ അത് നിവർത്തിക്കാം. ये 3 दिन में एक तो पीछे हट सकते हैं या फिर वो कार्य करना है। എന്നാൽ അബ്രഹാം ഒന്നും ചിന്തിച്ചില്ല. परंतु अब्राहम नहीं सोचा, അതിരാവിലെ എഴുന്നേറ്റു, सुबह उठा, യാത്ര ആരംഭിച്ചു. यात्रा शुरुआत, ആമേൻ. അവൻ ദൂരെ നിന്ന് അത് കണ്ടു. तो दूर से देखा, യാഗം കഴിക്കേണ്ട സ്ഥലം കണ്ടു. बलिदान का जगह देखा। ആ പർവ്വതത്തിന്റെ താഴെ വന്നപ്പോൾ पर्वत के नीचे आने के समय ആമേൻ തന്റെ ശിഷ്യരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. अपने जो है सेवकों को कहा ऐसे, ആമേൻ. നിങ്ങളും കഴുതയും ഇവിടെ തന്നെ നിൽക്കണം. और आप लोग और जो गधा है वो यहीं पर रहे, ഞങ്ങൾ പോയി യാഗം കഴിച്ചു മടങ്ങി വരാം. हम बलिदान देकर आएंगे। അബ്രഹാം ഇങ്ങനെ പറഞ്ഞില്ല, ഞങ്ങൾ പോയിട്ട് ഞാൻ യാഗം കഴിച്ചു മടങ്ങി വരാമെന്ന്. अब्राहम ने ऐसा नहीं कहा कि हम जाकर बलिदान करके आ जाएंगे, ഞാൻ മടങ്ങി വരാമെന്നല്ല അബ്രഹാം പറഞ്ഞത്. मैं वापस आओ करके नहीं कहा, ഞങ്ങൾ പോയി യാഗം കഴിച്ചിട്ട് വരാമെന്ന്. हम जाकर आएंगे करके कहा। അബ്രഹാമിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. अब्राहम को बहुत विश्वास था, ഞാൻ എന്റെ മകനെ യാഗം കഴിച്ചാലും मैं अपने बेटे को बलिदान दूंगा तो भी അവിടെ നിന്ന് എന്റെ മകനെ ജീവിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. वहां से मेरे बेटे को जिंदा करने के लिए परमेश्वर कर सकते हैं। അതുകൊണ്ട് അബ്രഹാം പറഞ്ഞത്, इसीलिए अब्राहम कहा, ഞങ്ങൾ പോയിട്ട് വരാം, हम जाकर आएंगे, ഞങ്ങൾ പോയിട്ട് വരാം. हम जाकर आएंगे, നിങ്ങൾ ഇവിടെ നിന്നോ. आप लोग रुकिए, അവിടെ ആരാധനയ്ക്ക് അവർക്ക് പ്രവേശനമില്ല. वहां पर अंदर प्रवेश नहीं कर सकते। ആമേൻ. അവന്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ളവർക്ക് അവിടെ ആരാധന സ്ഥലത്ത് പ്രവേശനമില്ല. तो जो आराधना का जो जगह है वहां पर इन सेवकों को वहां पर नहीं आ सकते। ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് അബ്രഹാം കാണിച്ചു കൊടുത്തു. तो आराधना कैसे करना है करके अब्राहम ने दिखाया। ആരാധനയ്ക്ക് പോകുമ്പോൾ ആരെല്ലാം കൂടെ വേണമെന്ന് അബ്രഹാം അവിടെ തെളിയിച്ചു. आराधना जाने के समय कौन कौन साथ होना चाहिए भी बताया। ആരാധനയ്ക്ക് തടസ്സമായ ഒരു വസ്തുവും ഒരു വ്യക്തിയും ആരാധന സ്ഥലത്ത് വേണ്ട. आराधना के विरोध होने वाला कोई भी वस्तु हो या जन हो नहीं होना चाहिए। ആരാധനയെ തടസ്സം ചെയ്യുന്ന ഒന്നും അവിടെ ആവശ്യമില്ല. आराधना में रुकावट के रूप में कुछ उधर आवश्यक नहीं है। നമ്മൾ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവിനോടും ആരാധിക്കാം. अगर हम आराधना करने से पूरे शक्ति बल और आत्मा से करना है। അങ്ങനെ ആരാധിച്ചെങ്കില്ലെങ്കിൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. अगर ऐसे आराधना नहीं किए तो परमेश्वर प्रसन्न नहीं होता। നമ്മുടെ ആരാധന അങ്ങനെയാണോ? क्या हमारा आराधना ऐसा है? അബ്രഹാം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആരാധിച്ചു. अब्राहम पूरी तरीके से समर्पण करके आराधना किया। അവന്റെ യാഗം എന്ന് പറഞ്ഞാൽ അവൻ സങ്കടത്തോടെ വിഷമിച്ചോടെ അല്ല ചെയ്തത്. तो बहुत मुश्किल से दुख से नहीं किया है, അവൻ കരഞ്ഞ് വിലപിച്ചല്ല ചെയ്തത്. वो रोकर विलाप के साथ नहीं किया है। ദൈവമേ, നീ എന്റെ മകനെയാണല്ലോ ചോദിച്ചത്, എനിക്ക് മനസ്സില്ല, എങ്കിലും ഞാൻ തരുന്നു എന്ന് പറഞ്ഞിട്ടല്ല ചെയ്തത്. परमेश्वर आपने मेरे बेटे को पूछा है, मैं मन नहीं है फिर भी मैं दे रहा हूँ करके नहीं कहा। പ്രീസലോ എന്റെ മകനെ കൊടുത്താൽ ഇനി അടുത്ത എന്തായി തീരുമെന്ന് അവൻ ചിന്തിച്ചില്ല. बेटे को देने के बाद अगला क्या होगा करके मैं नहीं सोचा। മകനെ യാഗം കഴിച്ചിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് ഭവനത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് അവൻ ചിന്തിച്ചില്ല. बेटे को बलिदान देकर कैसे घर वापस जाएंगे करके नहीं सोचा। അവന്റെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ചിന്തകളും വന്നില്ല. उनके जीवन में कोई नेगेटिव सोच नहीं आई। അവരെല്ലാം പോസിറ്റീവായി ചിന്തിച്ചു. वो सारा पॉजिटिव सोच रहे ഞങ്ങൾ പോയി യാഗം കഴിക്കും, कि हम जाकर बलिदान देंगे, ഞങ്ങൾ മടങ്ങി വരും. हम वापस आएंगे। കാരണം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ क्योंकि परमेश्वर ने अगर कहा है ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കും. परमेश्वर के लिए मैं समर्पण दूं। അവൻ ആശ്രയിക്കാൻ തയ്യാറാണോ? क्या भरोसा करने तैयार है? അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു. अब्राहम भरोसा किया, അബ്രഹാമിന്റെ ആശ്രയം നഷ്ടമായി തീർന്നില്ല.
उनका भरोसा नहीं हटा, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, वे परमेश्वर विश्वास किए, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. पूरी तरीके से दे दिए। എന്താ സംഭവിച്ചത്? फिर क्या हुआ? അവിടെ യാഗം നടന്നു, वहां पर बलिदान हुआ, പക്ഷെ മകന് പകരം അവിടെ ഒരു യാഗം ദൈവം ഒരുക്കിയിരുന്നു. परंतु पुत्र के बदले बलिदान को वहां पर खड़ा किया। ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, आज सुबह का समय में कहना चाहता हूं, ദൈവം പറഞ്ഞാൽ ദൈവം അത് പ്രവർത്തിക്കും. परमेश्वर कहते हैं तो वो पूरी करते हैं। നമ്മൾ അതിൽ ഒരു കാര്യവും ചിന്തിക്കേണ്ട കാര്യമില്ല. हमें वहां पर कुछ सोचने की आवश्यकता नहीं, നമ്മൾ അതിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. व्याकुल होने की आवश्यकता नहीं, നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. निराश होने की आवश्यकता नहीं। നിവർത്തിപ്പാൻ ദൈവം ശക്തനാ. पूर्ति करने के लिए वो शक्तिशाली है। ആരംഭിച്ചത് ദൈവമാണെങ്കിൽ शुरुआत अगर परमेश्वर की അത് है, പൂർത്തീകരിപ്പാനും ദൈവം ശക്തനാ. पूर्ति भी परमेश्वर कर सकता है। അതുകൊണ്ട് ജീവിതത്തിൽ ഏത് പ്രശ്നം കടന്നു വന്നാലും तो जीवन में चाहे कुछ भी समस्या हो, ഭാരപ്പെടേണ്ട, जो है बोझ मत उठाइए, ദൈവത്തിൽ ആശ്രയിക്കുക. परमेश्वर भरोसा कीजिए, ദൈവത്തിൽ ആശ്രയിക്കുക. परमेश्वर भी भरोसा कीजिए, കാരണം ഇവിടെ ദൈവവചനം അങ്ങനെയാ പറഞ്ഞത്, क्योंकि वचन ऐसा कहता है യഹോവ നല്ലവനും कि यहोवा भला है, കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. कष्ट के समय शरणागत है। ആമേ തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. तो जिस पर भरोसा करते हैं उन्हें जानते हैं। ആമേ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ अगर आप परमेश्वर पर भरोसा करते हैं, ദൈവം അറിയുന്നു. वे जानते हैं, ഇത് സകലതും ദൈവം അറിയുന്നു. सब कुछ परमेश्वर जानते हैं। തക്ക സമയത്ത് വിടിവിപ്പാൻ ദൈവത്തിന് കഴിയും. सही समय में छुटकारा दे सकते ആമേ हैं। നിനക്കൊരു വിടുതലില്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, आपको छुटकारा नहीं है करके आप सोच रहे हैं तो ആമേ ഇന്ന് പകൽക്കാലം നീ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നു, इस समय अगर आप सोच रहे हैं, അനേക പ്രവചനങ്ങൾ കേട്ടു, कई सारे भविष्यवाणी, അനേകർ പ്രാർത്ഥിച്ചു, कई जन प्रार्थना की, നടക്കുമെന്ന് പറയുന്നതല്ലാതെ होगा होगा करके बोल रहे हैं, ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ലല്ലോ. अब तक जीवन में कुछ हुआ नहीं है। എന്നാൽ ഇന്ന് പകൽക്കാലം നീ പൂർണ്ണ ആശ്രയം യഹോവയിൽ വെച്ചാൽ, अगर आज पूरा भरोसा परमेश्वर पर रखेंगे तो, സകല ആശ്രയവും ദൈവത്തിലേക്ക് വെച്ചാൽ, पूरा भरोसा परमेश्वर पर रखेंगे, നിന്റെ സകല ചിന്താകുലവും ദൈവത്തിലേക്ക് വെച്ചാൽ, इस सारे चिंताओं को परमेश्वर पर रखेंगे, നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാ നമ്മുടെ ദൈവം. पूरी कर सकते हैं परमेश्वर हमारे। ആ ദൈവം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കും. वे आज सुबह कार्य करेंगे, ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. वो परमेश्वर कार्य कर ആ सकते हैं। ദൈവം പ്രവർത്തിക്കണമെങ്കിൽ अगर वे कार्य करना है तो നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. हमें देना है, നമ്മൾ പിടിച്ചു വെക്കരുത്, हमें पकड़ के नहीं रखना, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. हमें देना है, ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. उनकी इच्छा के लिए देना है। അബ്രഹാം ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. अब्राहम ने अपने परमेश्वर की इच्छा के लिए दिए हैं। എന്താ സംഭവിച്ചത്? क्या हुआ? അബ്രഹാം പോയി യാഗം കഴിച്ചു മടങ്ങി വന്നു. अब्राहम बलिदान देकर वापस आया। ആമേൻ. അബ്രഹാം യാഗം കഴിക്കാനാ പോയത്. अब्राहम बलिदान देने गया, മകന് പോലും സംശയമായിരുന്നു. पुत्र को भी शक हुआ, ആമേൻ. എങ്ങനെ യാഗം നടക്കുമെന്ന്, कैसे बलिदान होगा करके। യാഗ വസ്തു കയ്യിലില്ലാതെ എങ്ങനെ യാഗം നടക്കുമെന്ന്. बलिदान के लिए कोई वस्तु हाथ में नहीं है तो कैसे होगा। എന്നാൽ പറഞ്ഞ ദൈവമാണെങ്കിൽ പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. परंतु अगर बोले परमेश्वर है तो पूरी भी वे कर सकते हैं। തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. उन पर भरोसा करने वालों को वे जानते കാരണം हैं। ദൈവവചനം പറയുന്നത് परमेश्वर का वचन कहता है അബ്രഹാമിനെ പിന്നെയും പരീക്ഷിച്ചത് എന്തെന്നാണ് പറയുന്നത്. अब्राहम को फिर से जो है പരീക്ഷ. परीक्षा दिया करके नहीं पूछा। ആമേൻ. അബ്രഹാമിനെ പരീക്ഷിച്ചു. अब्राहम को परीक्षा ആ दिया, പരീക്ഷയിലും അബ്രഹാം പാസ്സായി. तो उस परीक्षा में वो पास हो गए। ഇന്ന് പകൽക്കാലം ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, तो इन दिनों में हमारे जीवन में अगर कोई परीक्षा आती है तो പ്രിയമുള്ളവരെ, നമ്മൾ തളർന്നു പോകരുത്. हम हार ना जाए, നമ്മൾ തളർന്നു പോകരുത്. हम हार ना जाए। നമ്മൾ ആമേൻ സന്തോഷമുള്ളവരായിരിക്കണം. हमें जो है आनंदित रहना है। സ്കൂളിൽ പഠിക്കുന്ന പൈതങ്ങൾക്ക് स्कूल में पढ़ने वाले जो विद्यार्थी होते हैं, ഇപ്പോ ആദ്യമായി ഒരു യൂണിറ്റ് ടെസ്റ്റ് കഴിയും. उनको कुछ यूनिट टेस्ट होता है, അത് കഴിഞ്ഞ് പിന്നെ സെമസ്റ്റർ വരും, उनको सेमेस्टर आता है, വീണ്ടും യൂണിറ്റ് ടെസ്റ്റ് വരും. फिर से यूनिट टेस्ट आता है। പ്രൈസ് ഇങ്ങനെ സെമസ്റ്റർ യൂണിറ്റ് ടെസ്റ്റ് വന്നിട്ട് सेमेस्टर यूनिट टेस्ट आने के समय ഒരു ഫൈനൽ എക്സാം ഉണ്ട്. फाइनल एग्जाम होता है। ഈ ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ फाइनल एग्जाम होता है, ചില പിള്ളേർക്ക് ഭയങ്കര സന്തോഷം, कुछ विद्यार्थी बहुत खुश हो जाते हैं എന്നാൽ ചില പിള്ളേർക്ക് ഒരു സന്തോഷവും ഇല്ല. और कुछ विद्यार्थी बिल्कुल खुश नहीं होते, അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. उनकी बहुत परेशानी है। ഈ ഫൈനൽ വരാതിരുന്നെങ്കിൽ മതിയെന്ന് അവർ ചിന്തിക്കാറുണ്ട്. फाइनल नहीं आएगा तो अच्छा है करके सोचते हैं, കാരണം അവർക്ക് പഠിത്തത്തിൽ അവർ കുറച്ച് പിന്നില. क्योंकि पढ़ाई में वो थोड़ा सा पीछे है। അവർ പഠിത്തത്തിൽ പിന്നിലായതുകൊണ്ട് അവർക്ക് ഫൈനൽ എക്സാം പേടിയാ. तो पढ़ाई में थोड़ा पीछे होने के कारण फाइनल एग्जाम से वो डरते हैं। അതുകൊണ്ട് അനേക പൈതങ്ങൾക്ക് ഈ പരീക്ഷ പേടി വരാറുണ്ട്. तो इसलिए कई विद्यार्थी को जो परीक्षा से डर है, എക്സാം വരുമ്പോ പനി വരും. एग्जाम आते तो बीमार होते हैं। എന്തുകൊണ്ടെന്നാൽ അവർക്ക് അതിൽ ഉള്ളിലൊരു പേടിയാ. ऐसा क्यों है? क्योंकि उनके अंदर एक डर है। എന്നാൽ നന്നായി പഠിക്കുന്ന കുട്ടിക്ക് परंतु अच्छे से पढ़ने वाले विद्यार्थी അവരെ എക്സാമിന് വേണ്ടി ഉത്സാഹത്തോടെ ഇരിക്കും. तो एग्जाम के लिए बहुत खुशी से रहेंगे। എനിക്ക് ആ എക്സാം എപ്പോ വരുമെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. तो एग्जाम कब आएगा करके सोचते रहेंगे, ഓരോ ദിവസവും എണ്ണി എണ്ണി ഇരിക്കും. हर एक दिन गिन गिन कर बैठेंगे। എക്സാം വരുമ്പോ അവന് ഭയങ്കര സന്തോഷം. तो एग्जाम आने से बहुत आनंद होता है, കാരണം ഈ എക്സാം ഞാൻ പാസ്സാകും.
कि ये एग्जाम में पास होगा, ഞാൻ നല്ല മാർക്കോടെ പാസ്സാകും. अच्छे मार्क्स से पास होगा, പാസ്സായിട്ട് എനിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കണം. और पास होकर अगले कक्षा में जाऊंगा. ഇന്ന് പകൽക്കാലം പരീക്ഷ വരുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ? तो इन दिनों में परीक्षा आने इसमें खुश होते हैं क्या दुख होते हैं? ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, परीक्षा को सहने वाला मनुष्य भाग्यशाली है. അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം वो अच्छा है करके जब पता चलता है ആമേൻ അവന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കിരീടമുണ്ട്. उसके लिए एक मुकुट रखा हुआ है. ഇന്ന് പകൽക്കാലം പരീക്ഷയിൽ സന്തോഷിക്കാറുണ്ടോ? क्या आप खुश होते हो परीक्षाओं में, അതോ പരീക്ഷ കണ്ടിട്ട് പേടിക്കാറുണ്ടോ? या परीक्षाओं देखकर डरते हैं? ആമേൻ. പരീക്ഷ കണ്ട് പേടിക്കുന്ന വ്യക്തിയായി തീരരുത്. परीक्षा को देखकर डरने वाले लोग ना बने. ഒരു പരീക്ഷ കഴിയുന്നതോടെ ജീവിതം അവിടെ തീരുന്നില്ല. एक परीक्षा होने के बाद जीवन वापस समाप्त नहीं होता. ആമേൻ. പിന്നെയും പരീക്ഷകൾ വന്നുകൊണ്ടേയിരിക്കും. और परीक्षाएं आते रहते हैं. ആദ്യം വന്നതുപോലുള്ള പരീക്ഷ അല്ല പിന്നെ വരുന്നത്. पहले जैसे आया था परीक्षा वैसे नहीं आता. അടുത്ത് വരുന്നത് കുറച്ചുകൂടെ കാഠിന്യമുള്ളതാ. अगला जो है और थोड़ा मुश्किल होता है, ആമേൻ. കുറച്ചുകൂടെ കാഠിന്യമുള്ളതാ. और थोड़ा मुश्किल होता है. ആ 1ാം ക്ലാസ്സിലുള്ള പരീക്ഷയല്ല 5ാം ക്ലാസ്സിൽ വരുന്നത്. पहले कक्षा का परीक्षा नहीं 5वीं कक्षा में आता है. 5ാം ക്ലാസ്സിലുള്ള പരീക്ഷയല്ല 10ാം ക്ലാസ്സിൽ വരുന്നത്. 5वीं कक्षा का परीक्षा नहीं 10वीं कक्षा में आती है. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, इसलिए मेरे सुनने वाले प्रिय, നമുക്ക് കഴിഞ്ഞ നാളിൽ വന്ന പരീക്ഷയല്ല ഇനി വരാൻ പോകുന്നത്. पिछले दिनों में आया परीक्षा नहीं आएगा आने ഇനി വരാൻ പോകുന്നത് കുറച്ചുകൂടെ കാഠിന്യമുള്ളതാ. वाले दिनों में और थोड़ा मुश्किल होगा. അവിടെയും പാസ്സാകുമ്പോൾ वहां पे भी पास हो गए അടുത്തൊരു പ്രൊമോഷനോടുകൂടെ വീണ്ടും വരും. और एक प्रमोशन होकर वापस आ. ആമേ. പ്രൊമോഷൻ വേണമെങ്കിൽ പരീക്ഷ പാസ്സാക്കണം. और प्रमोशन चाहे तो परीक्षा पास होना. അബ്രഹാമിന്റെ ജീവിതത്തിലെ സകല പരീക്ഷകളും അവൻ പാസ്സായി. अब्राहम के जीवन में सारी परीक्षा को पास हुई. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും ചില പരീക്ഷകൾ കടന്നു വരും. हमारे जीवन में भी कुछ परीक्षा आ सकती है. കാരണം ദൈവത്തിന് അറിയാം നാം ഏതിലൊക്കെ വീണുപോകും, ഏതിലൊക്കെ ആമേ ജയിക്കും. परमेश्वर जानते हैं हम किसमें गिर जाएगा, किसमें जय प्राप्त करेंगे. ഏതിലെല്ലാം നമ്മൾ പാസ്സാകുമെന്ന് ദൈവത്തിന് അറിയാം. किसमें पास होगे वो जानते हैं. ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ സകലത്തിലും പാസ്സാകണം. परमेश्वर चाहते हैं कि हम सब में पास हो जाए. ആ ഒരു 5 വിഷയം ഉണ്ടെങ്കിൽ 5ലും പാസ്സാകണമെന്ന് आഗ്രഹം. वे चाहते हैं 5 है विषय तो 5 में पास होना. 5ലും പാസ്സായാൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. 5 में पास होंगे तो ही अगले कक्षा में जा पाओगे. ഒന്നെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും അത് എഴുതേണ്ടി വരും. अगर फेल हो गए फिर से लिखना पड़ेगा. അനേകർ ഇങ്ങനെ എഴുതി ഇരിക്കുക. कई जन लिख कर बैठे अभी ആ പ്രൈസറോ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. आगे नहीं जा पा रहे. ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കുക. वही कक्षा में बैठे. ആമേൻ. അടുത്ത ക്ലാസ്സിൽ പോകണമെങ്കിൽ പാസ്സായേ പറ്റത്തുള്ളൂ. अगली कक्षा में जाने तो पास होना ही है. ആമേൻ. ആശ്രയം ദൈവത്തിൽ വെക്കാം. भरोसा परमेश्वर पे रखिए. ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കാം. सिर्फ परमेश्वर पे भरोसा रखिए. നിശ്ചയമായിട്ടും ദൈവം ആമേൻ രക്ഷിക്കും. परमेश्वर बचाएंगे. ദൈവം അറിയുന്നുണ്ട്. परमेश्वर जानते हैं. അവൻ തനിക്കുള്ളവരെ അറിയുന്നുണ്ട്. उनको भरोसा करने वाले पर. ആമേൻ. 2 തിമോഥെയോസിന്റെ ലേഖനം दूसरा तीमुथियुस का किताब അതിന്റെ 2ാം അധ്യായം उसका दूसरा अध्याय 19ാം വാക്യം വായിക്കുമ്പോൾ उसका 19वां आयत पढ़ेंगे तो അവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. प्रेरित पौलुस तीमुथियुस कैसा कहते हैं. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 2:19 2:19 എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. तो ये परमेश्वर की पड़ी नींव बनी रहती है और उस पर यह छाप लगी है कि प्रभु अपने को पहचानता है और जो कोई परमेश्वर का नाम लेते हैं वो अधर्म से बचा लेते हैं. ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. तो परमेश्वर अपनों को जानते हैं. അപ്പൊ ദൈവത്തിനുള്ളവരുമുണ്ട്, तो परमेश्वर के भी है, ദൈവത്തിനില്ലാത്തവരുണ്ട്. परमेश्वर के नहीं वैसे लोग भी है. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. इसलिए यूहन्ना का 10वां ऐसा पढ़ते हैं. ആ യേശു പറഞ്ഞു, यीशु कहते हैं ആമേൻ. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ആടുകൾ. मेरे आवाज सुनने वाले मेरे भेड़. ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ചില ആടുകളുമുണ്ട്. ये भेड़ में नहीं होने वाले भी कुछ लोग ആ हैं. ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ചില ആടുകൾ. तो इन भेड़ में नहीं होने वाले लोग. എന്നാൽ ദൈവത്തിന്റെ കൂട്ടത്തിലാകപ്പെട്ടാൽ तो अगर परमेश्वर के झुंड में आएंगे तो ആ കൂട്ടത്തിലുള്ളവരെ, ഇവിടെ അതാ പറയുന്നത്, തനിക്കുള്ളവരെ കർത്താവ് അറിയുന്നു. यहाँ पर कहा गया कि जो परमेश्वर के है उसे जानते हैं. ആമേൻ. ദൈവത്തിനുള്ളവരെ ദൈവം അറിയുകയും तो परमेश्वर के है उन्हें वो जानते हैं. അവർക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതേ. कि सही समय पर कार्य करने वाले परमेश्वर. ആമേൻ. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? തനിക്കുള്ളവരെ ദൈവം അറിയുന്നു. पौलुस ऐसा कहते हैं कि जो उनके है उसे जानते हैं. മാത്രമല്ല കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം तो जो परमेश्वर का नाम लेते हैं वे सभी അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. तो उसका जो अधर्म से बचा लेकर ही कहा गया. അപ്പൊ ദൈവത്തിനുള്ളവർ, तो जो परमेश्वर के हैं, ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുന്നവർ परमेश्वर का नाम लेने वाले लोग അനീതി വിട്ടകലണം. अधर्म से दूर होना है. അനീതി വിട്ടകലണം. अधर्म से दूर होना है. ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നിലും ആമേൻ പോകരുത്. परमेश्वर पर जो इच्छा नहीं है उसका विरुद्ध नहीं जाना है. ദൈവത്തിന് ഹിതമുള്ളത് മാത്രം പ്രവർത്തിക്കുക. परमेश्वर की इच्छा के हिसाब से चलना है. ഇന്ന് കാണുന്നതിലെല്ലാം പോയിട്ട്
आज जो देख रहे हैं ആമേൻ എല്ലാ വിഷയത്തിലും ഇടപെട്ട് सारे विषयों पर जाकर പ്രശ്നങ്ങൾ കൂടിയതിനു ശേഷം सारी परेशानी जब बढ़ जाती है ദൈവത്തെ കുറ്റം പറയും. परमेश्वर को दोष देते हैं। എന്തെങ്കിലും കാര്യമുണ്ടോ? कुछ कारण है। ആമേൻ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. परमेश्वर अपने लोगों को जानते हैं। ആമേൻ തനിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ദൈവം അറിയുന്നു. अपने लिए जो खड़े रहते हैं उनको जानते हैं। അവർക്ക് വേണ്ടി ദൈവം സകലത് ചെയ്തു കൊടുക്കുന്നു. उनके लिए वे सब कुछ करते हैं। മാത്രമല്ല सिर्फ वह नहीं, ഒരു കാര്യം കൂടെ ഉണ്ട്. और एक चीज है। മത്തായിയുടെ സുവിശേഷം मत्ती का किताब അതിന്റെ 6-ാം അധ്യായം उसका 6वां अध्याय അതിന്റെ 8-ാം വാക്യം. 8वां आयत। ആമേൻ പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, मसीह कहते हैं ആമേൻ അവരോട് തുല്യനാകരുത്. कि उनके तुल्य ना हो, നിങ്ങൾ മറ്റുള്ളവരോട് തുല്യനാകരുത്. कि दूसरे के तुल्य ना हो। ആമേൻ മറ്റുള്ളവരുടെ വിഷയങ്ങൾ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു നിങ്ങൾ ചിന്തിക്കണ്ട. कि दूसरे का विषय ऐसा हो रहा है ऐसा हो रहा है मत सोचिए। നിങ്ങൾ അവരെ പോലെ ആകണമെന്നല്ല ഞാൻ आग्रഹിക്കുന്നത്. किस समान आप हो नहीं चाहता। നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് आपको जो आवश्यक है वो ये है। നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. अब मांगने से पहले पिता जानते हैं ആമേൻ നിങ്ങളുടെ ആവശ്യം എന്തെന്ന്, आपकी जरूरत क्या है करके, നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് आपको क्या चाहिए करके। നിങ്ങൾക്കറിയാമോ? क्या आप जानते हैं? പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിയുന്നുണ്ടോ നമുക്ക് എന്തൊക്കെ വേണമെന്ന്? क्या हम जानते हैं कि हमें क्या क्या चाहिए? യാക്കോബ് പറയുന്നു വല്ലാതെ കിടന്നങ്ങ് യാചിക്കുക. याकूब कहता है कि बहुत ज्यादा मांग रहे हैं, ആമേൻ എന്താണ് വേണ്ടതെന്ന് അറിയത്തില്ല. क्या चाहिए करके नहीं मालूम। പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ कई बार हमारा प्रार्थना क्या पूछा तो അവർക്ക് കൊടുത്തത് എനിക്ക് വേണമെന്ന, जो उनको मिला है वो मुझे भी चाहिए, മറ്റുള്ളവർക്ക് ലഭിച്ചത് എനിക്ക് വേണമെന്ന. जो दूसरों को मिला है वो मुझे भी चाहिए। എന്നാൽ ദൈവവചനം പറയുന്നു परंतु परमेश्वर का वचन कहता നിനക്ക് है എന്താ വേണമെന്നുള്ളത് നിനക്ക് മുമ്പേ നിന്റെ ദൈവം അറിയുന്നു. आपको जो आवश्यकता है आपसे पहले परमेश्वर जानते हैं। നിനക്ക് എന്താ വേണമെന്ന് ദൈവത്തിന് അറിയാം. आपको जो आवश्यकता है परमेश्वर जानते ഒരു हैं। കുഞ്ഞിന്റെ ആവശ്യങ്ങൾ ആമേൻ അമ്മയപ്പന്മാർക്ക് അറിയാം. एक बच्चे को जो आवश्यक चीज है वो उनके माँ बाप जानते हैं। ആ കുഞ്ഞിന് എന്താ വേണ്ടതെന്ന് കുഞ്ഞിന്റെ മാതാവിന് വ്യക്തമായിട്ട് അറിയാം. तो बच्चे को जो चाहिए उनकी माँ जानती है। ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ അമ്മയ്ക്ക് അറിയാം കുഞ്ഞിന് എന്ത് വേണമെന്ന്. तो बच्चे का रोना सुनते वो माँ को पता है कि उसे क्या चाहिए। ആമേൻ ആ കുഞ്ഞിന് ആവശ്യമുള്ളത് ആ മാതാവ് കൊടുക്കും. तो उस बच्चे को जो जरूरत है वो माँ देंगे। കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് എന്തെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കൂടെ മാതാവിന് അറിയാൻ കഴിയും. वो बच्चे की मुश्किलात क्या है करके उनके रोने से समझ जाते हैं। അങ്ങനെയെങ്കിൽ ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ऐसा है तो मेरे सुनने वाले प्रिय लोग, നമ്മെ ദൈവം പൂർണ്ണമായി അറിയുമ്പോൾ, हमें परमेश्वर पूरी तरीके से जानते हैं, നമ്മുടെ പ്രകൃതി എന്തെന്ന് അറിയുമ്പോൾ, हमारी सृष्टि जानते हैं, तो നമ്മെ തനിക്ക് ആശ്രയിക്കുന്നവരെ അറിയുമ്പോൾ, उस पर भरोसा करने वाले को जानते हैं, തനിക്കുള്ളവരെ ദൈവം അറിയുമ്പോൾ, उनके झुंड के लोग को जानते हैं, तो ആമേൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നില്ലേ? हमारी आवश्यकता को नहीं जानते हैं। അതുകൊണ്ടാണ് മത്തായി പറയുന്നത്, इसलिए मत्ती कहता है ആമേൻ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്തെന്ന്, എന്താ ആവശ്യമുള്ളതെന്ന് ദൈവം മുന്നമേ അറിയുന്നു. आपकी जो आवश्यकता है वो परमेश्वर पहले से ही जानते അത് हैं। എപ്പോഴെന്നറിയാമോ? वो कब है पता है? നിങ്ങൾ യാചിക്കും മുമ്പേ. आप मांगने से पहले, നിങ്ങൾ ഇപ്പോഴാണ് ചോദിക്കാൻ തുടങ്ങിയത്. आप अभी मांगना शुरुआत की, പക്ഷെ ദൈവത്തിന് മുന്നമേ അറിയാം. परंतु परमेश्वर पहले से जानते നിങ്ങൾ हैं। സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ അറിയാം. आपको सृष्टि करने के पहले से നിങ്ങളുടെ जानते हैं। ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമെന്ന് ദൈവത്തിന് അറിയാം. आपके जीवन में जो कोई आवश्यकताएं जानते हैं। അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 അധ്യായം ഒന്ന് പഠിച്ചു നോക്കിയേ. तो उत्पत्ति का किताब 1 और 2 अध्याय अगर पढ़ेंगे, ദൈവം ആദ്യം ആദമിനെ സൃഷ്ടിച്ചില്ല. परमेश्वर ने पहले आदम को नहीं बनाया, ആമേൻ അവന് വേണ്ടുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചു ആദ്യം. उन्हें जो जरूरत पड़ेगी वो सब कुछ पहले बनाया। ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെയും ദൈവം സൃഷ്ടിച്ചു. धरती और धरती में जो कुछ है सब कुछ सृष्टि की है। ദൈവവചനം പഠിക്കുമ്പോൾ परमेश्वर वचन पढ़ने के അവസാനമായിട്ട് ആദമിനെ സൃഷ്ടിച്ചത്. अंत में आदम को बनाया। എന്തിനാ അവസാനം സൃഷ്ടിച്ച്? क्यों अंत में बनाए? അവൻ എന്തൊക്കെ വേണമെന്ന് ദൈവത്തിന് അറിയാം. उन्हें जो कुछ आवश्यकता है सब जानते हैं। എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ വേണമെന്ന് ദൈവത്തിന് അറിയാം. मुझे और आपको जो आवश्यकता है वो जानते हैं। നമുക്ക് വേണ്ടി ദൈവം സകലം ഒരുക്കി വെച്ചിട്ടുണ്ട്. हमारे लिए परमेश्वर सब कुछ तैयार അത് സമയങ്ങളിൽ ദൈവം നമുക്ക് നൽകി തരും. वो हर जो समय के हिसाब से हमें അത് देंगे। ദൈവത്തിന്റെ സമയത്ത് തന്നെ ദൈവം തരും. परमेश्वर अपने समय पर देंगे। നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. व्याकुल होने की आवश्यकता നമ്മൾ नहीं है, നിരാശപ്പെടേണ്ട കാര്യമില്ല. निराश होने की आवश्यकता അയ്യോ എനിക്ക് ലഭിച്ചില്ലേ എന്ന് നീ വിലപിക്കേണ്ട കാര്യമില്ല. नहीं, बिना करके विलाप करने की आवश्यकता नहीं। ആമേൻ നിനക്ക് വേണ്ടുന്നത് സമയത്ത് തന്നെ ദൈവം പകർന്നു തരും. आपको जो चाहिए समय पर परमेश्वर देंगे। ആമേൻ നിനക്ക് ലഭിക്കേണ്ട സമയത്ത് തന്നെ തക്ക സമയത്ത് ദൈവം അത് ഒരുക്കി തരും. आपको जो चाहिए उस समय में देंगे। കാരണം ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആവശ്യം എന്തെന്ന് ദൈവത്തിന് അറിയാം. क्योंकि कहा जा रहा है कि आपकी आवश्यकता परमेश्वर നിങ്ങളുടെ जानते हैं। ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് നിവർത്തിക്കുന്ന ദൈവം. की आवश्यकता को सही समय पर करने वाले ഇന്ന് परमेश्वर। പകൽക്കാലം ആ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണോ? आज सुबह उन पर भरोसा करने को तैयार है। പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെക്കാൻ തയ്യാറാണോ? पूरा भरोसा परमेश्वर पर रखने को तैयार है। ആമേൻ മറ്റുള്ള എല്ലാ ചിന്തകളും വിടാം. बाकी सारे चिंताओं को हटाकर മറ്റു പലതിലും നമ്മൾ ഇതുവരെ ആശ്രയിച്ചത് വിടാം.
जिस पर भरोसा किया उन सबको हटाकर ആമേ ഇനി നടക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ഭാരപ്പെടേണ്ട, जो होने वाले विषय के बारे में सोचकर दुख അത് होता है, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. परमेश्वर के हाथ में दी। സകല ചിന്താകുലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. सारी जो सोच है परमेश्वर के हाथ में दी। ദൈവവചനം പറയുന്നു, परमेश्वर का वचन कहता है നമ്മൾ യാചിക്കും മുമ്പ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. मांगने से पहले हमारी आवश्यकताओं को जानते हैं, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് തുല്യരാകരുത്. इसलिए दूसरों के तुल्य ना बनो। നമ്മൾ മറ്റുള്ളവർക്ക് തുല്യരാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. दूसरे के तुल्य बनना नहीं चाहते, നാം ആയിരുന്നാൽ മാത്രം മതി. हम जो हम जैसे रहे, നാം മറ്റൊരു വ്യക്തിയായി തീരാൻ ആഗ്രഹിക്കരുത്. हम दूसरे व्यक्ति बनने का इच्छा ना रखें, മറ്റൊരു വ്യക്തിയെ പോലെ ആകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. दूसरे व्यक्ति जैसा होना करके ना सोचें। നമ്മെ ദൈവം നമ്മളായിട്ട് തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നത്. परमेश्वर हमें हम जैसे वैसे रखना चाहते हैं। അതെ, നാം മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തരായിരിക്കണം. हम दूसरे से अलग होना है, മറ്റു വ്യക്തിയെ പോലെ നമ്മൾ ആകരുത്. दूसरे व्यक्ति के समान ना बने, മറ്റു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. दूसरे व्यक्तियों से अलग बनना है। അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. वे परमेश्वर जानते हैं എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നല്ല ദൈവം പറയുന്നത്. कि वो सभी लोग एक जैसा रह करके नहीं चाहते। വ്യത്യസ്തമായ ആ ഒരു വ്യക്തിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. एक अलग ही व्यक्तित्व परमेश्वर ने ആ दिया വ്യക്തിത്വത്തിൽ തന്നെ നമ്മൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. और उसी में रहना करके वो चाहते हैं। അതുകൊണ്ട് ദൈവവചനം യേശു ക്രിസ്തു പറഞ്ഞു, इसलिए यीशु मसीह कहते हैं നിങ്ങൾ അവരോട് തുല്യരാകരുത്. कि आप उनके तुल्य ना बने, നിങ്ങളുടെ അടുത്തുള്ള വീട്ടുകാരുടെ തുല്യരാകരുത്. तो पड़ोसी के तुल्य ना बने। ആമേ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് തുല്യരാകാനാണ് ശ്രമിക്കുന്നത്. हम दूसरे के तुल्य बनने की कोशिश करते हैं, അവിടെയാണ് നമ്മുടെ പരാജയം വരുന്നത്. वहां पर हम हार जानते നാം हैं। മറ്റുള്ളവർക്ക് തുല്യരാകാൻ ശ്രമിക്കുമ്പോൾ दूसरे के तुल्य बनने चाहते हैं, ആമേ നമുക്ക് പരാജയം സംഭവിക്കും. तब जो है हार जाते हैं। എന്നാൽ ദൈവഹിതപ്രകാരം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, और परमेश्वर की इच्छा के हिसाब से अगर हम देंगे तो ദൈവത്തിന് തുല്യരാകാൻ ശ്രമിക്കുമ്പോൾ, परमेश्वर के तुल्य होना चाहते हैं, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ, परमेश्वर चाहते हैं वैसा बनना चाहते हैं, तो ദൈവം നമ്മെ എങ്ങനെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നുവോ परमेश्वर हमें जैसा बनाना चाहते हैं, അങ്ങനെ ആയിത്തീരുവാൻ നമ്മെ ഏൽപ്പിക്കുമ്പോൾ ऐसा बनने के लिए अपने आप को सौंपेंगे तो നമ്മുടെ ജീവിതം ധന്യമായി തീരും. हमारा जीवन धन्य होता है। അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, इसलिए अब्राहम को परमेश्वर कहते हैं നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കരയെല്ലാം വിട്ടു വരാൻ പറഞ്ഞത്. अपने देश और अपने लोगों को छोड़ कर आओ, നീ അവിടെ കിടന്നാൽ അവരെ പോലെ ആകത്തേ ഉള്ളൂ. वहां पर रहोगे तो वही लोग के समान നീ बनो। അവിടെ കിടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. वहां आपको नहीं जाना चाहते, നിന്നെ അവിടെ നിന്ന് മാറ്റുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. वहां से हटाना चाहते നീ മറ്റുള്ളവരെ പോലെ ആകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. सब नहीं बनना है, ദൈവം നിന്നെ വ്യത്യസ്തനാക്കുവാൻ ആഗ്രഹിക്കുക. वे आपको अलग बनाना चाहते നീ हैं, മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്ത വ്യക്തിയായി തീരണം ദൈവം ആഗ്രഹിക്കുന്നു. दूसरे से एक अलग व्यक्ति बनाना चाहते हैं। ആമേൻ. ഇതുവരെയും ആയി തീരാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. अब तक जो नहीं बने थे वैसे बनाना चाहते हैं, മറ്റു വ്യക്തികളെ പോലെയല്ല, दूसरे व्यक्तियों के समान नहीं, എല്ലാരിൽ നിന്നും വ്യത്യസ്തനായി. सभी से एक अलग व्यक्ति, ആമേൻ. എല്ലാവരുടെയും നോട്ടം നിങ്കിലേക്ക് വരുവാൻ, सबके जो देखने का नजरिया है वो आप पर आना है। ആമേൻ. നിന്നെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാൻ, दूसरे लोग आपको देखे, നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുവാൻ आपको दूसरे से अलग करे, ദൈവം നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ, परमेश्वर आपको चुनते हैं तो ദൈവം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ परमेश्वर से इच्छा करते ആ हैं, ആഗ്രഹത്തിനായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. वो इच्छा के हिसाब से दीजिए। आप ആമേൻ. മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതെ, दूसरे के सामने बनने की कोशिश मत कीजिए, മറ്റുള്ളവരെ പോലെ ആകുവാൻ ശ്രമിക്കാതെ, दूसरे के समान बनने की कोशिश ना करें। ഞാൻ മറ്റൊരു വ്യക്തി ആകണമെന്നല്ല, जो दूसरा व्यक्ति बनना है, ഞാനായി തന്നെ നിൽക്കണം. मैं ही बनकर रहूं, അത് എന്നെ എങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നുവോ, जैसे इच्छा परमेश्वर की है, അങ്ങനെ എന്നെ കുറിച്ച് ദൈവത്തിന് എന്താണ് ആഗ്രഹം, परमेश्वर की जैसे इच्छा है मेरे लिए, അതുപോലെ നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. उसी के समान बनना चाहिए। ഇന്ന് പകൽക്കാലം സമർപ്പിക്കാമോ? क्या सुबह के समय दे सकते हैं, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? परमेश्वर के हाथ में दे सकते हैं, ആമേ. ദൈവഹിതത്തിനായി ഏൽപ്പിക്കാമോ? परमेश्वर की इच्छा के लिए दे सकते हैं, നമ്മുടെ സകല ചിന്താകുലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? सारे सोच को परमेश्वर के हाथ में दे सकते हैं। കർത്താവ് പറയുന്നു, मसीह कहते हैं ആമേൻ, അവരോട് തുല്യരാകരുത്, ये तुल्य ना बने, അവരോട് തുല്യരാകരുത്. उनके तुल्य ഞാൻ നിന്നെ വ്യത്യസ്തനാക്കുവാൻ ആഗ്രഹിക്കും. मैं तुम अलग करना चाहता हूँ। ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. कुछ समय आंखें बंद करें, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर के हाथ में देंगे। കർത്താവെ, ഇതുവരെയും परमेश्वर अब तक ആമേൻ ഞാൻ മറ്റുള്ളവരെ പോലെ ആകുവാൻ ആഗ്രഹിച്ചു. मैं दूसरे के समान बनना चाहता था, ഞാൻ മറ്റുള്ളവർക്ക് തുല്യരാകുവാൻ ആഗ്രഹിച്ചു. दूसरे के तुल्य बनना चाहता था, എന്നാൽ ഇന്ന് പകൽക്കാലം परंतु आज सुबह के समय എന്നെ ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് मैं ഏൽപ്പിക്കണം. आपके हाथ में सौंपता हूँ। എനിക്ക് മറ്റുള്ളവർക്ക് തുല്യരാകണ്ട. मुझे दूसरे के समान नहीं बनना है, എനിക്ക് മറ്റുള്ളവരെ പോലെ ആകണ്ട. दूसरे के समान नहीं बनना എനിക്ക് है, ഞാനാകണം. मुझे मैं बनना है। അങ്ങ് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? आप जो इच्छा करते हैं, അങ്ങ് എന്നെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ आप ആഗ്രഹിക്കുന്നത്? जिस समझ आगे बढ़ाना चाहते हैं, അതിലേക്ക് ഞാനിതാ ഏൽപ്പിക്കുന്നു. वैसे मैं आता हूँ। എന്നെ മാറ്റിയെടുക്കണമേ. मुझे बदलिए, എന്റെ ചിന്താഗതിക്ക് മാറ്റം വരട്ടെ. मेरे सोच को बदलिए, എന്റെ പ്രവർത്തികൾ മാറട്ടെ. मेरे कार्य बदलिए, എന്റെ ജീവിതം മാറട്ടെ. मेरा जीवन बदले, അങ്ങ് ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ जैसा आप चाहते हैं, അങ്ങയുടെ ഹിതത്തിനായി आपकी इच्छा के साथ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. मैं अपने आप को समर्पण करता हूँ। എന്നെ ഒന്ന് മാറ്റിയെടുക്കണേ. इसको बदलिए। പലപ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് തുല്യരാകാൻ ശ്രമിച്ചു. कई कबार में दूसरों के समान बनने की कोशिश करता हूँ, പരാജയം അടഞ്ഞിട്ടേ ഉള്ളൂ.
हार ही जाता हूँ। എന്നാൽ ഇന്ന് പകൽക്കാലം परंतु आज सुबह के समय എനിക്ക് മറ്റുള്ളവരെ പോലെ ആകണ്ട, दूसरों के समय नहीं बनना, എനിക്ക് ഞാനായാൽ മതി. मुझे मैं ही बनना है। ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. आप पर भरोसा करता हूँ। എന്റെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്, भविष्य तक जानने वाले परमेश्वर, എന്റെ പ്രകൃതി അറിയുന്ന കർത്താവ്, सृष्टि को जानने वाले परमेश्वर, അങ്ങിൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന കർത്താവ്, आप पर भरोसा करने वाले को जानने वाले परमेश्वर, അങ്ങേക്കുള്ളവരെ അറിയുന്ന കർത്താവ്, आपके झुंड के लोगों को जानने वाले परमेश्वर, എന്റെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് मेरे आवश्यकता को जानने वाले परमेश्वर, ഇന്ന് പകൽക്കാലം आज सुबह के എന്റെ समय ജീവിതത്തിലും പ്രവർത്തിക്കണേ. मेरे जीवन में कार्य ആര് പ്രാർത്ഥിക്കും? प्रार्थना करते हैं। ആര് പ്രാർത്ഥിക്കും? कौन प्रार्थना करते हैं? ആര് സമർപ്പിക്കും? कौन समर्पण करेगा? ആര് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും? कौन परमेश्वर के हाथ में देगा? അവർക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. उसके लिए कार्य करने के लिए परमेश्वर उतर आए हैं। അവരുടെ ജീവിതം മാറ്റിമറിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. उनका जीवन बदलने के लिए परमेश्वर चाहते हैं। ഇതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്നും अब तक जो थे अवस्था में ഒരു വ്യത്യസ്തരാക്കുവാൻ, बदलाव करने के लिए, അവൻ രൂപാന്തരപ്പെടുത്തുവാൻ जो है परिवर्तन करने के लिए ദൈവം ആഗ്രഹിക്കുക. परमेश्वर चाहते हैं। ആരേൽപ്പിച്ചു കൊടുക്കും? कौन देंगे? ഇതുവരെയും നിന്നെ നിന്ദിച്ചവർ, अब तक को निंदा किए हुए लोग, ഇതുവരെയും നിനക്ക് വിരോധമായി സംസാരിച്ചവർ, कि विरोध बात किए हुए लोग അവരുടെ നോട്ടം നിങ്കിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കും. का नजर आप पर आने के लिए परमेश्वर चाहते हैं। ആമേൻ. നിന്നെ കുറിച്ച് മോശമായി ചിന്തിച്ചവർ, आपके बारे में बुरा सोचे हुए लोग, നിന്നെ കുറിച്ച് മോശമായി സംസാരിച്ചവർ, आपके बारे में बुरी तरीके से बात किए हुए लोग, നിന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുക. आपके बारे में अच्छाई बोलना परमेश्वर चाहते हैं। ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? परमेश्वर के हाथ में दे सकते हैं। ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? परमेश्वर के हाथ में दे सकते हैं। ദൈവത്തിൽ ആശ്രയം വെക്കാമോ? परमेश्वर पर भरोसा कर सकते ഇന്ന് हैं। പകൽക്കാലം ദൈവം മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുക. आज तो परमेश्वर बदलाव करना चाहते ഇന്ന് പകൽക്കാലം ദൈവം മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുക. हैं, बदलाव करना चाहते हैं। അത് ഈ സമയം ആമേൻ പ്രൈസലോട് ഭാരത്തോടെ ഇരിക്കുന്ന ചില വ്യക്തികളോട്, इस समय जो भोज से बैठे हुए लोग हैं, ആമേൻ അടുത്ത വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് വേദനയോടെ ഇരിക്കുന്ന ചില വ്യക്തികൾ, तो अगला चीज के बारे में सोच कर दर्द में रहने वाले लोग, അടുത്തിന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ആമേൻ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് अगला क्या करना नहीं पता करके सोच कर बैठे हुए लोग, ദൈവത്തിന് പറയുവാനുള്ളത്, परमेश्वर कहते हैं നീ ഭാരപ്പെടണ്ട, बोझ मत उठाइए, നീ ഭയപ്പെടണ്ട, अब डरिए मत, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്, आपके लिए मैंने सोचा है, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. मैंने सोचा है, ആമേൻ. നിന്നെ ഞാൻ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുക. आपको बदलना चाहता हूँ। ഇതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്നും अब तक जो अवस्था में थे നിന്നെ വ്യത്യസ്തനാക്കുവാൻ ആഗ്രഹിക്കുക. बदलना चाहता हूँ। നീ ചിന്തിച്ചില്ലേ? आपने सोचा है, ആമേൻ. ഇതുവരെ നടക്കാത്തത് ഇനി എപ്പോ നടക്കാൻ പോവുക? अब तक जो नहीं हुआ अभी क्या होगा? ഇതുവരെ നടക്കാത്തത് ഇനി എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? अब तक जो नहीं हुआ कब होगा? ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. परमेश्वर को कार्य करने का समय അത് है, നിന്റെ സമയത്തിനനുസരിച്ചല്ല, वो आपके समय के हिसाब से നീ नहीं, ചിന്തിക്കുന്ന സമയത്തല്ല. आप जो सोचते तब नहीं है। ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാനുണ്ട്. परमेश्वर को कार्य करना है आपकी ഇനി സമയം പോയിട്ടില്ല. और समय बीता नहीं നീ है। ചിന്തിക്കുന്നത് നിന്റെ സമയം കഴിഞ്ഞെന്ന്. आप सोच आपका समय हो गया है। ദൈവം പറയുന്നു, എന്റെ സമയം വരുന്നതേ ഉള്ളൂ, परमेश्वर कहते हैं कि मेरा समय आने वाला है, എന്റെ സമയം വരുന്നതേ ഉള്ളൂ. मेरा समय आ रहा है। യേശു പറഞ്ഞു, എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല. यीशु कहते हैं कि मेरा समय अब तक हुआ नहीं നീ है। പറയുന്നു നിന്റെ സമയം കഴിഞ്ഞു പോയെന്ന്. आप कहते हैं कि आपका समय हो गया है। അതെ, ആ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം सही समय पर करने वाले कार्य നിന്റെ വിഷയത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. आपके विषय में भी कार्य करना चाहते ഇന്ന് हैं। പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? या सुबह के समय हम दे सकते हैं, ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? सुबह के समय दे सकते ഈ हैं। വരും ദിവസങ്ങളിൽ ആ അത്ഭുതം കാണും. आने वाले दिनों में अद्भुत कार्य ഈ देखेंगे। വരും ദിവസങ്ങളിൽ തന്നെ അത്ഭുതം കാണും. आने वाले दिनों में ही कार्य देखेंगे। ഇതുവരെയും സംഭവിക്കാത്തത്, जब तक नहीं हुआ, ഇതുവരെയും നീ ചിന്തിക്കാത്തത്, अब तक नहीं सोचा हुआ, ഏറ്റവും ശ്രേഷ്ഠമായത്, बहुत ही उत्तम चीज അത് ഇതുവരെയും ആരും അനുഭവിക്കാത്തത്, जब तक कोई नहीं अनुभव किया। കാനാവിലെ കല്യാണ വീട്ടിൽ ഇറങ്ങി വന്ന് कायान के जो विवाह की जगह पर आने वाले हैं, ആമേൻ ഇതുവരെയും ആരും രുചിക്കാത്ത ശ്രേഷ്ഠമായത് കൊടുത്ത ദൈവം अब तक जो नहीं चखा हुआ चीजें देने वाले ഇന്ന് परमेश्वर, പകൽക്കാലം നിന്നോട് പറയുക, अब आज आपसे कहते നിന്റെ ജീവിതത്തിൽ അതുപോലെ ഒന്ന് തരാൻ ദൈവം ആഗ്രഹിക്കും. हैं वैसे आपके जीवन में देना चाहते हैं। ഏറ്റവും ഉത്തമമായത്, बहुत ही उत्तम ഏറ്റവും चीज, ശ്രേഷ്ഠമായത്, बहुत ही उत्तम ആർക്കും चीज, ലഭിക്കാത്തതൊന്ന്, जब तक किसी को नहीं मिला, ആർക്കും ലഭിക്കാത്തതൊന്ന്, किसी को नहीं मिला, ഇതുവരെയും ആരും ചിന്തിക്കാത്തതൊന്ന്. ये सोचा है। യെസ്, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, आज परमेश्वर की आत्मा कहती നീ है ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ आप दे सकते हैं तो നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. आपके लिए कार्य करेंगे। മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടത്തക്കവണ്ണം, दूसरे लोग देखकर अद्भुत हो जाएंगे, മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടത്തക്കവണ്ണം. दूसरे लोग देखकर चौंक जाएंगे। ഇതെങ്ങനെ സംഭവിച്ചു, ऐसे कैसे हुआ, ഇതെങ്ങനെ സംഭവിച്ചു कैसे हुआ, എന്ന് ചോദിക്കുന്ന രീതി पूछने के रीति ഒരു से പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുക. कार्य परमेश्वर करना चाहते हैं। പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. पवित्र आत्मा जो है बात कर रहे हैं, ആമേൻ. ഇപ്പോൾ ആമേൻ ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ, हृदय में बहुत रोने वाले जीवन, ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുക, परमेश्वर की आत्मा कहती है നിന്റെ കരച്ചിൽ ഇതാ നിൽക്കാൻ പോവുക. आपका रोना रुकने वाला है, ആമേൻ. നിന്റെ കരച്ചിൽ ഇപ്പൊ ആമേൻ നൃത്തമായി മാറാൻ പോവുക. आपका जो रोना है वो नृत्य में बदलने वाला है, നിന്റെ ദുഃഖം ആമേൻ സന്തോഷമായി മാറാൻ പോവുക. आपका दुख जो आनंद में बदलने वाला है, ആമേൻ. മറ്റുള്ളവർ കൂടെ നിന്റെ കൂടെ സന്തോഷിക്കുന്ന ദിവസമായി മാറാൻ പോവുക. दूसरे लोग आपके साथ आनंद करने वाला दिन आने वाला है। ഇതുവരെ നീ കരഞ്ഞത്, अब तक अब रोए थे, ഇതുവരെ നീ വിലപിച്ചത്, अब तक विलाप किए, ഇതുവരെ നീ പ്രാർത്ഥിച്ചത്, अब तक अब प्रार्थना ആമേൻ किए, അതിന് മറുപടി ലഭിക്കാൻ പോവുക. उसका उत्तर मिलने वाला है, അതിന്റെ മറുപടി ഇതാ വരാൻ പോവുക. उसका उत्तर आने वाला ഇന്ന് है। പകൽക്കാലം
പകൽക്കാലം വിശ്വസിക്കാമോ? आज का विश्वास ഇന്ന് करेंगे, പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? क्या हम दे सकते हैं? ഇതാ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. परमेश्वर कार्य प्रकट हो रहा ഇതുവരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല, है आपके जन्म में जो अब तक हुआ है नहीं, ഇനി സംഭവിക്കാൻ പോകുന്നത് जो अभी होने वाला है, സകല കണ്ണുകളും നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. सारे नजर आपके ऊपर आने वाले എല്ലാവരും നിന്നിലേക്ക് നോക്കാൻ പോവുകയാണ്. हैं, आपको देखने वाले हैं। നിന്നെ വിട്ടും പിന്മാറിയവർ, आपको जो छोड़कर गए हुए लोग, നിന്നെ വിട്ട് പിന്മാറിപ്പോയവർ आपको छोड़कर गए ഇതാ हुए നിന്റെ लोग അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. आपके करीब वापस आ रहे हैं, തെറ്റ് പറ്റിയെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് जो है गलती हुआ करके बोलकर നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. आपके करीब वापस आ रहे हैं। ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? आप देने को तैयार है? അതെ കർത്താവ്, ഞാനിത് ഏൽപ്പിക്കുന്നു. हाँ परमेश्वर वापस देता है। എന്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ, मेरे जीवन में कार्य എന്റെ कीजिए, ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. मेरे जीवन में कार्य कीजिए। ആരേൽപ്പിച്ചു കൊടുക്കും? कौन देंगे? ആര് പ്രാർത്ഥിക്കും? कौन प्रार्थना അവർക്ക് करेंगे? വേണ്ടിയിട്ട് അധികം പ്രവർത്തിക്കാൻ പോകുക. परमेश्वर कार्य करें। നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करें। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, हमारे स्वर्ग के पिता ഈ परमेश्वर, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ऐसे समय के लिए हम धन्यवाद करते വീണ്ടും ഒരു हैं। പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. एक और सुबह का समय आपने दिया ഇന്ന് है। പകൽക്കാലം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. पवित्र आत्मा कार्य करने से धन्यवाद करते हैं। ആമേൻ. വിലപിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ, विलाप में है जो जीवन है, ആമേൻ, ദുഃഖത്തിലായിരിക്കുന്ന ചില ജീവിതങ്ങൾ जो दुख में जीवन है, ഈ ദിവസങ്ങളിൽ അത് ആനന്ദമായി തീരുവാൻ वो इन दिनों में आनंद के रूप में അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുമായി प्रार्थना का उत्तर के साथ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുന്നു. कि स्वर्गदूत उतर रहे हैं और चढ़ रहे हैं, देख सकते ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ അത് പ്രവർത്തിയുമാകട്ടെ. हैं कि जीवन में ये कार्य हो जाए, അവർ അത് കണ്ട് സന്തോഷിക്കട്ടെ, देख कर वो खुश हो जाए, അവർ അത് ആനന്ദിക്കട്ടെ. आनंद हो जाए। യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. अनुग्रह करके प्रार्थना करते ദൈവ हैं। പ്രവൃത്തി വെളിപ്പെടട്ടെ, परमेश्वर कार्य प्रकट, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. परमेश्वर कार्य प्रकट അവർ हो। പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, वो जो प्रार्थना करे അവർ विषय, ദൈവസേനയിൽ ആമേൻ കഴിഞ്ഞ നാളിൽ കരഞ്ഞ വിഷയങ്ങൾ, जो पिछले दिन में रोया हुआ विषय पर ഇന്ന് പകൽക്കാലം അതിനൊരു മറുപടി കർത്താവ് നൽകിയതിനായി സ്തോത്രം. इन दिनों में उनका उत्तर दिए से धन्यवाद, ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. अनुग्रह किए से धन्यवाद करते हैं। പ്രിയപ്പെട്ടവരെ മാനിച്ചതിനായി സ്തോത്രം. वो जो है उन्हें मारा है, धन्यवाद ഇന്ന് करते हैं। പകൽക്കാലം आज सुबह का समय അവിടുത്തെ വചനപ്രകാരം आपके वचन के हिसाब से ആവശ്യമുള്ളതൊക്കെയും അറിയുന്ന ദൈവം आवश्यकताओं को जानने वाले परमेश्वर, അവർക്ക് വേണ്ടി അത് നൽകി കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. उनके जो दिया है इससे धन्यवाद करते हैं। കർത്താവ് നൽകിയതിനായി സ്തോത്രം, अपने दिया है इससे धन्यवाद करते हैं। അനുഗ്രഹിച്ചതിനായി സ്തോത്രം, अनुग्रह किए से धन्यवाद करते हैं। സംസാരിച്ചതിനായി സ്തോത്രം, बात किए से धन्यवाद करते हैं। ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. अब तक बल दिया से धन्यवाद करते हैं। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के नाम से हम मांगते हैं। ആമേൻ, ആമേൻ.